ഭാരത് മണ്ഡപത്തിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്തത് ദേശദ്രോഹം എന്നല്ലാതെ എന്തു പറയും. ഭാരതത്തിൻ്റെ ഓരോ വിജയത്തെയും അത്രയും അസഹിഷ്ണുതയോടെയാണ് കോൺഗ്രസ് നേതൃത്വം കാണുന്നതെന്നും അവരുടെ പടയാളികളായി ഇത്തരം വൃത്തികെട്ട പ്രവർത്തനങ്ങൾ നടത്താനായി ലോകം മുഴുവൻ നോക്കിയിരിക്കെ അവരിലേക്ക് അയക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ലോക സമ്മേളനം നടക്കുകയാണ് ഇന്ത്യയിൽ. അതിൻ്റെ ഭാഗമായി നൂറുകണക്കിന് ലോക നേതാക്കളാണ് അവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഇതുവരെ ഏകദേശം $250 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ $20 ബില്യൺ വെർച്വൽ ക്യാപിറ്റൽ സപ്പോർട്ടും പറഞ്ഞിരിക്കുന്നു. അതൊക്കെ ഇത്രയും ദിവസം കൊണ്ട് തന്നെ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നന്നായിട്ട് ഡോക്ടർ ശശി തരൂർ, അദ്ദേഹം കോൺഗ്രസ്സിലായിരുന്നാലും ദേശീയ ബോധമുള്ള ഒരു നേതാവാണ്. അദ്ദേഹം പറഞ്ഞു വളരെ നന്നായാണ് ഇത് നടക്കുന്നതെന്ന്. അദ്ദേഹത്തെ പോലെ ദേശീയ ബോധമുള്ള എല്ലാവർക്കും അഭിമാനിക്കാൻ വകയുണ്ട്. കാരണം ഈ നടക്കുന്നത് ഒരു BJPയുടെ സമ്മേളനമല്ല, ഈ നടക്കുന്നത് ഒരു ഇന്ത്യൻ സമ്മേളനമല്ല, ഈ നടക്കുന്നത് ഒരു ലോക സമ്മേളനമാണ്. ആ ലോക സമ്മേളനത്തിലേക്കാണ് ടോപ്ലെസ് എന്ന് പറഞ്ഞ് ഷർട്ടൂരി അകത്ത് കയറിയ ശേഷം ഷർട്ടൂരിയെ കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ ബഹളം വെച്ചത്. ആ ബഹളം വെച്ചത് ഒരു കാര്യത്തിൽ വളരെ നന്നായി. കാരണം ഇനി ഇന്ത്യയിൽ ആർക്കും ജനാധിപത്യമില്ല, സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് കൂകി നടക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഒരു വേദിയിൽ പോലും കോൺഗ്രസിൻ്റെ ഗുണ്ടകൾക്ക് പോലും അവിടെ പോയി ഈ തരത്തിൽ ഒരു പ്രവർത്തനം നടത്താൻ തക്ക സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി അതില്ല എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, അവരാദ്യം കൈകാര്യം ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന ദേശാഭിമാനമുള്ള ഇന്ത്യക്കാർ തന്നെയാണ്. സ്ത്രീകളടക്കമുള്ളവർ അവരെ കൈകാര്യം ചെയ്തു. കൈകാര്യം ചെയ്തപ്പോൾ അവിടെ നിന്ന് അടി കിട്ടിയപ്പോൾ ഓടി കോൺഗ്രസ്സുകാർ. അതാണ് സംഭവിച്ചത്. അപ്പോൾ അടി കിട്ടിയാൽ ഓടാൻ അത്രയേ ഉള്ളൂ. അത് പോലീസൊന്നും വരേണ്ടി വന്നില്ല. പോലീസ് എത്തുന്നതിന് മുമ്പേ നാട്ടുകാർ കൈകാര്യം ചെയ്തു. രാജ്യസ്നേഹമുള്ളവർ അവരെ കൈകാര്യം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇത്രയാണ് സംഭവിക്കുന്നത്. ഇത് വാസ്തവത്തിൽ നാഷണൽ സെക്യൂരിറ്റി ആക്റ്റൊക്കെ ഉപയോഗിക്കേണ്ട ഒരു ഘട്ടമാണ്. ഈ പിടിച്ച് 10 പേരോളം അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ആൾക്കാരെക്കെതിരെ കർശനമായ നിയമ നടപടികൾ എടുക്കേണ്ടതാണ്. കാരണം ഒരു അന്തർദേശീയ കോൺഫറൻസ് നടക്കുന്ന സമയം ഈ വിധത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനാകില്ല. അത് അസഹിഷ്ണുതയുടെ ഭാഗമായി തന്നെ കാണണം. കാരണം എന്ന് വെച്ചാൽ ഇതിലെന്താണ് ഇത്ര പ്രതിഷേധിക്കാനുള്ളത്? പ്രതിഷേധം പുറത്തല്ലേ നടത്തേണ്ടത്? അതല്ലാതെ ഒരു അന്തർദേശീയ വേദിയിൽ ചെന്നാണോ പ്രതിഷേധിക്കുന്നത്? മറ്റേതെങ്കിലും രാജ്യത്താണെങ്കിൽ ഇത് എന്ത് സംഭവിക്കും? ഇപ്പോൾ ഈ സമ്മേളനം ചൈനയിലാണ് നടക്കുന്നത് എങ്കിൽ എന്ത് സംഭവിക്കും? അമേരിക്കയിലാണ് നടക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഇതുപോലൊരു സംഗതി നടത്താനായിട്ട് അവിടുത്തെ ആൾക്കാർ സമ്മതിക്കുമോ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ അമിത സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നു. എന്നിട്ട് സ്വാതന്ത്ര്യമില്ല, ജനാധിപത്യമില്ല, എല്ലാത്തിനെയും ഓടിച്ച് ഇല്ലാതാക്കി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഒരു ബുക്കും പൊക്കി പിടിച്ച് ഇതാണ് ഭരണഘടന, ഇതാണ് ഭരണഘടന. ഈ ഭരണഘടനയനുസരിച്ച് ഒന്നും അനുസരിക്കാത്തവരാണിത് പറയുന്നത്. ആ ഭരണഘടനയ്ക്കുള്ളിൽ പൗരൻ്റെ അവകാശങ്ങൾ പറയുന്ന ഒരു പ്രത്യേക ഭാഗമുണ്ട് എന്ന് മനസ്സിലാക്കാത്തവരാണ്. അതെങ്ങനെയാണ്? ഭരണഘടന ആദ്യം തന്നെ തുറന്ന് വായിച്ചിട്ട് വേണ്ടേ അതിലെന്തെല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ. അതിലെന്തെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അതനുസരിച്ച് പ്രവർത്തിച്ച് ജനങ്ങളുടെ അംഗീകാരം നേടാനല്ലേ ശ്രമിക്കുകയുള്ളൂ. ഇതങ്ങനെയല്ല. ഇതെല്ലാം കുറച്ച് നാളുകളായിട്ട് അത് ആരോ പറഞ്ഞതുപോലെ ഒരു ഗുണ്ടാ പ്രവർത്തന സ്റ്റൈലാണ് പാർലമെൻറ്റിലും ബാക്കി എല്ലായിടത്തും ഇവർ ചെയ്യുന്നത് എന്നുള്ളത് രാഷ്ട്രത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും ആ രീതിയിൽ ഇവർ വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളതും വസ്തുതയാണ്. കാരണം രാജ്യത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞ 11 വർഷങ്ങളിലെ പ്രവർത്തനവും അതിൻ്റെ ഫലവും അനുഭവിച്ച് അറിഞ്ഞവരാണ്. അപ്പോൾ അതുകൊണ്ട് ഭാരതത്തിൽ ഇങ്ങനെയൊരു സമ്മേളനം, ലോക സമ്മേളനം നടക്കുന്നതിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കേണ്ടതാണ്. ആ അഭിമാനം ഉണ്ടാകുക മാത്രമല്ല, അതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തികമായ നേട്ടങ്ങൾ, ഇന്ത്യയിലുണ്ടാകുന്ന വ്യവസായങ്ങൾ, അതിലൂടെ ലഭിക്കുന്ന ജോലികൾ, അതൊക്കെയാണ് ഇവർക്ക് വിഷമമായി തോന്നുന്നത്. കാരണം ഇതൊക്കെ വന്നാൽ പിന്നെ എങ്ങനെയാണ് പ്രതിപക്ഷത്ത് നിന്ന് ഭരണപക്ഷത്തേക്ക് മാറുക എന്നുള്ളതാണ് അവരുടെ ചിന്ത. പക്ഷേ ജനങ്ങളുടെ ചിന്ത അതല്ല.
ഈ രീതിയിൽ നല്ല രീതിയിൽ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും, അങ്ങനെയുള്ളൊരു സർക്കാരിനെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇന്ന് നാട്ടുകാർ കൈകാര്യം ചെയ്തത് വളരെ നന്നായി. പക്ഷേ അതോടൊപ്പം എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ഡൽഹി പോലീസ് കുറച്ചുകൂടി കാര്യക്ഷമമായിരിക്കണം എന്ന് എനിക്ക് തോന്നി. ഇൻ്റലിജൻസും അതുപോലെ പിടിച്ചുകൊണ്ടുപോയ ശേഷമുള്ള നടപടികളും കുറേ കൂടി കാര്യക്ഷമമായിരിക്കണമെന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഭാരത് മണ്ഡപത്തിൽ നടന്നത് തികച്ചും തെറ്റായ ഒരു പ്രവണതയാണ്. അത്തരം പ്രവണതകൾക്ക് ഇന്ത്യക്കാർ അനുവാദം കൊടുക്കരുത്. ഭാരതീയരായ നാം ലോകത്തിലുള്ള എല്ലാ അതിഥികളെയും വിളിച്ച് അവിടെ ഇത്തരം ഒരു വൃത്തികേട് കാണിക്കരുതായിരുന്നു. ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യമാണ് സംഭവിച്ചത്. അത് ഭാരതം വിജയിക്കുന്നതിനുള്ളൊരു അസഹിഷ്ണുത കൊണ്ട്, മറ്റൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെയ്തതാണ്. ഏതായാലും ജനങ്ങൾ തന്നെ അവരെ നേരിട്ട് കൈകാര്യം ചെയ്തു. ഇത് തന്നെയായിരിക്കും മറ്റുള്ള സ്ഥലങ്ങളിലും ഉണ്ടാകുക എന്നവർ മനസ്സിലാക്കിയാൽ അവർക്കും നല്ലത്, രാഷ്ട്രത്തിനും നല്ലത്.